നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനതയോട് എന്ന തരത്തിൽ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴത്തെ സർക്കാരിനെ താഴെ ഇറക്കി പുതിയൊരു സർക്കാരിനെ സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യം നേടും. കൂടാതെ നിങ്ങൾ അനുഭവിക്കുന്ന രൂക്ഷമായ ജലക്ഷാമത്തിന് ഇസ്രായേലിന് പരിഹാരം കാണാൻ കഴിയുമെന്നും ഒരു വാഗ്ദാനം അദ്ദേഹം നൽകുന്നുണ്ട്. അതിന് കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇറാനിൽ ഇപ്പോൾ നേരിടുന്ന രൂക്ഷമായ ജലക്ഷാമത്തെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നെതന്യാഹു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനിൽ രൂക്ഷമായ ജലപ്രതിസന്ധി ഉണ്ടെന്നും അത് മുതലെടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാമെന്നുള്ള നെതന്യാഹുവിൻ്റെ കൂർമ്മ ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ അവിടുത്തെ ജനങ്ങളെ ഇളക്കിവിടുന്നതിലൂടെ ഈ ജലക്ഷാമത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങൾ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തി സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കുമെന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു ധാരണ കൂടി നെതന്യാഹുവിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗാസയിലെ ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്ന ഒരു ക്രൂരമായ ഭരണകൂടം ഇറാനിലേക്ക് വെള്ളം കൊണ്ടുവരുമെന്ന് നമുക്കിങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും. അത് വെറും ഒരു ദിവാസ്വപ്നമാണെന്നും വഞ്ചകരാകരുതെന്നും ജനതയോട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അഭ്യർത്ഥിച്ചു. ചതിയന്മാരായ ഇസ്രായേലിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ഗാസയിലേക്ക് നോക്കൂ. പട്ടിണി കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നോക്കൂ. അവർ വെള്ളവും ഭക്ഷണവും നിഷേധിക്കുകയാണ്. ഉപരോധം മൂലം കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ നമ്മൾ നോക്കൂ. അതേ അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നാം എല്ലാവരും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ നിലനിൽക്കണമെന്നും മസൂദ് പെസഷ്കിയാൻ ഏതായാലും ഇരു രാഷ്ട്ര നേതാക്കളുടെയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ അവരുടെ സൈനിക മേധാവികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ശക്തമായി തിരിച്ചടിച്ചു ഇറാൻ. കനത്ത നാശനഷ്ടം ഇസ്രായേൽ ഉണ്ടായെങ്കിലും ആളപായം 28 ജീവനാണ് എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്.